Once again, welcome back to KCS Classes. KCS Classes ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC Daily Module Wise Analysis ലെ Module number 5 Advanced Cost and Management Accounting ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഏരിയയിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. സോ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് JIT എന്ന് പറയുന്നത്. സോ JITയുടെ കൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ദെൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്, ഈ പറയുന്ന JIT ടെക്നിക് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്ര കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. കവർ ചെയ്യാത്തത് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ അതിന്റെ കൺസെപ്റ്റിലോട്ട് പോവാണ്. എന്താണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥാപനത്തില് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, ദാറ്റ് മീൻസ് എപ്പോഴാണ് നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈസിന്റെ ഭാഗത്തുനിന്ന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്, അപ്പോൾ മാത്രം അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ മേടിക്കുക. ഓൾറെഡി നമ്മൾ മുൻകൂട്ടി റോ മെറ്റീരിയൽ കുറെ മേടിച്ച് വെച്ച് നമ്മുടെ സ്റ്റോറേജ് സ്പേസോ അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് കൂട്ടേണ്ട കാര്യമില്ല. സോ സീറോ ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു എയിമാണ് JITയുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തില് ഇൻവെന്ററി സ്പേസ് പരമാവധി കുറയ്ക്കുക, അതാണ് JITയുടെ മെയിൻ എയിം. സോ അങ്ങനെ എപ്പോഴാണ് ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്ഷന് മുമ്പ് റോ മെറ്റീരിയൽ എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് മേടിക്കുക. ദെൻ എന്ത് ചെയ്യണു, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു, വിൽക്കുന്നു. ദാറ്റ് മീൻസ് വി ക്യാൻ റെഡ്യൂസ് അവർ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോ ക്യാരിയിങ് കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% പറ്റില്ല, ബട്ട് വി ക്യാൻ റെഡ്യൂസ്. നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് പരമാവധി കുറയ്ക്കാൻ സാധിക്കും ഇഫ് യു ആർ ഫോളോയിങ് വാട്ട് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. സോ ദാറ്റ് ഈസ് ദി ബേസിക് കൺസെപ്റ്റ്. ദെൻ ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ടൊയോട്ട മോട്ടോ കമ്പനിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ജപ്പാനിലെ. സോ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മീനിങ്ങിലോട്ട് ഒന്ന് ജസ്റ്റ് പോവാം. It is a JIT technique was developed by Japan Toyota Motor Company. It is a strategy for inventory management in raw material and components are delivered from the supplier before they are required in manufacturing process. എപ്പോഴാണ് മാനുഫാക്ചറിങ്ങിന് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മൾ സപ്ലയറിൽ നിന്ന് മേടിക്കുന്നു. സോ മുൻകൂട്ടി മേടിക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട്? അവിടെ സ്റ്റോറേജ് സ്പേസ് വരാണ്, ക്യാരിയിങ് കോസ്റ്റ് കൂടാണ്. ഓക്കെ, then it is also called zero inventory system. അല്ലേ, അനാവശ്യമായിട്ട് മേടിച്ച് കൂട്ടുന്ന ആ ഒരു പരിപാടി നമ്മൾ നിർത്താണ്, ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാൻ. ഈ പറയുന്ന ജസ്റ്റ് ഇൻ ടൈം ഫോളോ ചെയ്യുമ്പോൾ the overall objective of this system confined to inventory reduction. അപ്പൊ നമ്മുടെ മനസ്സിൽ വേണം the purpose of JIT എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്ററി, നമുക്ക് ഇൻവെന്ററി റിഡക്ഷൻ. ആവശ്യമില്ലാണ്ട് ഇത് മേടിച്ചു കൂട്ടി വെച്ച് ഡിമാൻഡ് നോക്കാണ്ട് മേടിച്ചു കൂട്ടി വെച്ച് വെറുതെ സ്പേസ് കളയരുത്, സ്റ്റോറേജ് സ്പേസ് കളയരുത്, ക്യാരിയിങ് കോസ്റ്റ് കൂട്ടാണ്ട് നോക്കണം. അപ്പോൾ ഇതാണ് JITയുടെ മെയിൻ ആയിട്ടുള്ള എയിം. സോ ഇത് പോസിബിൾ ആവണമെങ്കിൽ പറയണ പോലെ എളുപ്പമൊന്നുമില്ല. അപ്പോ JIT എന്ന് പറയുമ്പോൾ സ്റ്റോക്കിന്റെ കേസിൽ നമുക്കറിയാം അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? റോ മെറ്റീരിയൽ, WIP, ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ഈ ഒരു 3 ഏരിയാസിലും ഈ പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെന്ററി പരമാവധി കുറയ്ക്കാൻ നോക്കണമെങ്കിൽ അവിടെ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് വേണം. JIT സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, JIT purchase. That means റോ മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ മേടിക്കുക എന്ന് പറഞ്ഞു. സോ അങ്ങനെയാവണമെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സപ്ലയർ ചോയ്സ്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമുക്ക് തരുന്ന സപ്ലയർ ആയിരിക്കണം, അല്ലെ? നമുക്ക് ഇത്രയാണ് ആവശ്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് 50 യൂണിറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേടിക്കുന്നു, നേരെ എന്താണ് മാനുഫാക്ചറിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. സോ മേടിച്ചു വെക്കണില്ല, എപ്പോഴാണ് ആവശ്യം കൊണ്ടുവരുന്നു, പ്രോസസ് ചെയ്യുന്നു, ഫിനിഷ് ഗുഡ്സ് ആക്കുന്നു, വിൽക്കുന്നു.
സോ നാച്ചുറലി നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ പറയുന്ന JIT നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ്സ് എൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അല്ലേ. എപ്പോഴാണ് ഓർഡർ വരുന്നത്, ആ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സപ്ലയറുടെ ഭാഗത്ത് റോ മെറ്റീരിയൽ വരുന്നു, ദെൻ എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, ദെൻ വിൽക്കുന്നു. അപ്പൊ നമുക്കറിയണം, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 2 ഏരിയാസില് ഈ പറയുന്ന JIT സക്സസ്ഫുൾ ആവണമെങ്കിൽ, അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് പ്രീ റിക്വസിറ്റ്സ്. അപ്പോൾ ഇവിടെ സപ്ലയർ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചോദിക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് തരുന്ന ആളായിരിക്കണം. പക്ഷെ എപ്പോഴും അത് പറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ 50 യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സപ്ലയറുടെ അടുത്ത് പറഞ്ഞു 50 യൂണിറ്റ്സ് വേണം. പക്ഷെ സപ്ലയർ പറയാണ് നമ്മൾ എന്താണ് ഒരു ബാച്ച് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ബാച്ചിൽ മിനിമം 100 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മിനിമം എന്തെന്നെ മേടിക്കണം, 100 യൂണിറ്റ്സിനെ മേടിക്കണം. നമുക്ക് 50 യൂണിറ്റ്സ് വേണ്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 100 യൂണിറ്റ്സ് മേടിക്കും. സോ അവിടെ ബാക്കി 50 നമ്മൾ എടുത്തു വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് 100%, 0% നമുക്ക് ആ ക്യാരിയിങ് കോസ്റ്റിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സാഹചര്യത്തിൽ നമുക്ക് പറ്റണമെന്നില്ല. ബിക്കോസ് നമുക്ക് സപ്ലയർ ചില സമയത്ത് എന്താണ് മിനിമം ഈ ബാച്ചിൽ ഇത്രയും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കേണ്ടി വരും ബാലൻസ്. അപ്പോൾ വി ക്യാൻ എലിമിനേറ്റ്, അതാണ് പറയുന്നത്, വി ക്യാൻ എലിമിനേറ്റ്. നമുക്ക് പറ്റണ പോലെ മാക്സിമം അത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് എന്താണ് സപ്ലയർ ചോയ്സിലൂടെ. അപ്പൊ നല്ലൊരു സപ്ലയർ ചോയ്സ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മൾ പറയുന്ന പോലെ എന്താണ് സപ്ലൈ ചെയ്യാൻ എന്താണ് സാധിക്കുന്ന ഒരു സപ്ലയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ദെൻ നമ്പർ 2 WIP വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഇത് എന്താണ് പ്രോസസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടണം. അതല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതിനെന്താണ് വേണ്ടേ, പ്ലാൻ ലേഔട്ട്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്ലാൻ ലേഔട്ട് ഓക്കെ അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ചേഞ്ചിങ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇതുവരെ നമ്മൾ എന്താണ് പറയാ, വർക്ക് ഇൻ പ്രോഗ്രസിന് ഇഷ്ടംപോലെ ടൈം എടുക്കുന്നു. ബിക്കോസ് പ്ലാന്റിന്റെ ലേഔട്ട് ഓക്കെ അല്ല. സോ നമ്മള് എന്താണ് JIT ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാതും എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റം ഏറ്റവും ടോപ്പ് മോസ്റ്റ് നമ്പർ 1 സംഭവമാക്കി വെക്കുന്നു. സോ എന്താണ് അവിടെ ഉണ്ടാവുന്നത്, റോ മെറ്റീരിയൽ വരുന്നു, നേരെ ഫാക്ടറിയിലോട്ട് പോകുന്നു. ബെറ്റർ എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്ലാൻ ലേഔട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കഴിയുന്നു. ഓക്കെ, ദെൻ അത് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് പോവാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നമ്മൾ വെച്ചു. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വെക്കുമ്പോൾ JIT ഫോളോ ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, നമ്മളത് വെറുതെ സൂക്ഷിച്ച് സമയം കളയുന്നില്ല. അപ്പൊ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പ്രൊഡ്യൂസ് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് അനുസരിച്ച് മാത്രമേ ഈ പണിക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു. ദെൻ ആ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോ മെറ്റീരിയൽ ഓർഡർ ചെയ്തു, പ്രോസസ് ചെയ്തു, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി. അപ്പൊ പിന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ആർക്കാണോ വേണ്ടേ അവർക്ക് അത് എത്തിക്കുന്നു, ക്യാഷ് ആവുന്നു, നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, നടക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് ഈ പറയുന്ന JITയുടെ ഒരു എന്താ പറയാ ബെനഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇറ്റ്സ് ഇന്റഗ്രേറ്റഡ്, എല്ലാവരും തമ്മിലൊരു ലിങ്ക് വേണ്ടേ, എന്നാലല്ലേ ഇത് സക്സസ് ആവുള്ളൂ. നമ്പർ 1 സപ്ലയർ എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടും ഇന്റേണൽ പാർട്ടീസും ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ചെയിൻ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓർഡർ വരുന്നു എക്സ്റ്റേണൽ പാർട്ടിയിൽ നിന്ന്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യണു, റോ മെറ്റീരിയൽ വേണം. അപ്പോൾ റോ മെറ്റീരിയൽ വേണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ് ആയിട്ട് കോൺടാക്ട് ചെയ്തു, അവർ കൊണ്ടുതരുന്നു. ദെൻ നേരെ ഫാക്ടറിയിലോട്ട് പോയി, ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, ദെൻ വിൽക്കുന്നു. എന്ത് സുഖ നമ്മളിത് പറയണ സമയത്ത്. പക്ഷെ നമുക്ക് അറിയാം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ബിക്കോസ് എന്താ പറയണ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, ഇതിനൊക്കെ പല ബാരിയേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് വി ക്യാൻ റെഡ്യൂസ് എന്താണ് അല്ലെങ്കിൽ എലിമിനേറ്റ് ഈ പറയുന്ന ക്യാരിയിങ് കോസ്റ്റും. ദെൻ ക്വാളിറ്റി കൂടാണ്. നല്ലൊരു എന്താണ് രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ക്വാളിറ്റി അവിടെ കൂടാന്നുള്ളതാണ് എല്ലാ എന്താണ് കാര്യത്തിലും. ദെൻ ക്വിക്ക് റെസ്പോൺസ് എല്ലാം ഉണ്ടാവണം, വരുമ്പോൾ അത് ചെയ്യുന്നു, കൊടുക്കുന്നു, ക്വിക്ക് റെസ്പോൺസ് ആണ് ഉണ്ടാവണം. സോ ദാറ്റ്സ് അബൌട്ട് ദി JIT സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കുന്നത് വളരെ എന്താണ് ഇഫക്റ്റീവായിട്ട് ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും ഫോളോ അല്ലെങ്കിൽ നന്നാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് JIT. ഓക്കെ, ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്തൊക്കെയായിരിക്കും ഒബ്ജക്റ്റീവ് എന്നുള്ളത്. നമ്പർ 1 മിനിമൈസ് ഇൻവെന്ററി ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാനുഫാക്ചറിംഗ് പ്രോസസ്. എന്താണ് മിനിമൈസ് ഇൻവെന്ററി, പരമാവധി കുറയ്ക്കുക എവിടെ സ്റ്റോർ ചെയ്ത്, ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാനുഫാക്ചറിംഗ് പ്രോസസ്. അപ്പൊ എന്താണ്
നമുക്കറിയാം ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. നമുക്കറിയാം ഇൻവെന്ററി മാനേജ്മെന്റിലെ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുമ്പോൾ 3 കോസ്റ്റ് അല്ലേ? എന്തൊക്കെയാണ്? നമ്പർ 1 പർച്ചേസ് കോസ്റ്റ് വരും അല്ലെ? പർച്ചേസ് കോസ്റ്റ്. നമ്പർ 2 ഓർഡറിംഗ് കോസ്റ്റ്. നമ്പർ 3 ആണ് ക്യാരിയിങ് കോസ്റ്റ്. നമ്മളിത് എവിടെ പഠിച്ചിട്ടുണ്ട്? EOQ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതില് 3 കോസ്റ്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻവെന്ററി കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതില് ക്യാരിയിങ് കോസ്റ്റ് ആണ് നമ്മൾ പരമാവധി കുറയ്ക്കാൻ നോക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് JIT. അതാണ് എന്താണ് നമുക്ക് എന്ത് കോസ്റ്റാ കുറയ്ക്കാൻ പറ്റുക? വിത്ത് ദി ഹെൽപ്പ് ഓഫ് JIT we can reduce what? Carrying cost. Okay, so that's the number 1, minimize inventory and cost associated with manufacturing process. Number 2, to shorten setup time. ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും എന്താണ് ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് ടൈം റോ മെറ്റീരിയൽ എത്തിയില്ലെങ്കിൽ എന്താണ്ടാവുക? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ആ ഒരു ഏരിയയിൽ പോകുമ്പോൾ ലേബേഴ്സ് വെറുതെ ഇരിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും പവർ, ഇലക്ട്രിസിറ്റി, ഫിക്സഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പോവാണ്. ഇത് JIT എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിങ്ങനെ യുദ്ധത്തിന് നിൽക്കണ പോലെയാണ്. സാധനം വരുന്നു, ചെയ്യുന്നു, കൊടുക്കുന്നു, അടുത്തത്. ഇതിങ്ങനെ സ്പീഡിൽ പോവാണ്. ഡിമാൻഡിന്റെ ബേസിൽ മാത്രമല്ലേ നമ്മൾ ഈ പണിക്ക് പോകണുള്ളൂ, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ പണിക്ക് പോകണില്ല. സോ വി ക്യാൻ റെഡ്യൂസ് സെറ്റപ്പ് ടൈം. അനാവശ്യമായിട്ടുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺ ടൈമും ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ടൈം കുറഞ്ഞാൽ അവിടെ കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. നമ്പർ 3, ബ്രിങ് ഡൗൺ ദി ടോട്ടൽ കോസ്റ്റ് at the lowest possible. അതിലൂടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണ് we can reduce total cost. പറയേണ്ട കാര്യമില്ല. നമ്പർ 4, to meet customer demand in a timely way. കസ്റ്റമർ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അവർക്ക് എപ്പോഴാണ് വേണ്ടത് കൊടുക്കണം. So naturally we can satisfy our customers if you are following this particular JIT system. So that's about 4th one, to meet customer demand in a timely way. Then number 5, to ensure continuous flow of product. So അവിടെ ഒരു ഓവർ പ്രൊഡക്ഷനും ഇല്ല, അണ്ടർ പ്രൊഡക്ഷനും ഇല്ല. എത്രയാണ് വേണ്ടേ അതനുസരിച്ച് മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ സ്മൂത്ത് ആയിട്ട് നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. So that is number 5, to ensure continuous flow of product. So these are the main objectives of JIT. So എല്ലാവർക്കും JIT എന്ന് പറയുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ബേസിക് എന്താണ് കൺസെപ്റ്റ്, ദെൻ അതിന്റെ പ്രീ റിക്വസിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്, ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ്, ദെൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് JIT, ഇത്ര കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.